മക്കളില്ലാത്തവർക്ക് മക്കള്, കല്യാണം കഴിയാത്തവർക്ക് കല്യാണം, ഇതെല്ലാം അസുഖമുള്ളവര് അസുഖം മാറ്റി തരണതെല്ലാം ഞങ്ങൾ ആറ്റുകാൽ അമ്മയാണ്. ഈ ക്യാൻസർ രോഗിയായിരുന്നാല്, വൃക്കയില്ലാത്തവരായിരുന്നാലും ഇവിടെ വരുമ്പോഴ് ഓരോരുത്തർക്ക്, നടക്കാത്ത ആൾക്കാരായിരുന്നാലും ഓരോരുത്തർ അസുഖങ്ങൾ മാറ്റി കൊടുക്കണം. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിശ്വാസം. ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ഓടിക്കുകയാണ് ചെയ്യണം. ഇവിടെ കച്ചവടം ചെയ്യാൻ സമ്മതിക്കൂല, അങ്ങനെ ഓടിക്കാണ്. നമ്മളെ അമ്മയായിരുന്നുമ്പോ നമ്മൾ കച്ചവടത്തിന് വന്നാൽ നമ്മൾ ആരും ഓട്ടിക്കൂല. നമ്മളിവിടെ ഒരു അന്നം വരുന്നാലും നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചു കഴിച്ച് നമ്മൾ നിന്ന് കച്ചവടം ചെയ്യും. നല്ലത്. വേറെ കൈയോടെ ആരും വീട് എവിടെയാ? എന്റെ വീട് പാറശാലയിൽ നിന്ന് എല്ലാ തവണയും ഇങ്ങോട്ട് വരും. പള്ളിയില് വെട്ടാട് പള്ളി പോകും. നമസ്കാരം. മലയാളികൾ ഒന്നടങ്കം ആ വ്രതാനുഷ്ഠാന നാളുകളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ ആദ്യ ദിനമാണ്. നമുക്ക് ഈ മലയാളികൾ എന്നതിനേക്കാൾ ഉപരി തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് കൂടുതൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിനങ്ങൾ തന്നെയാണ് ഈ വരാൻ പോകുന്നത്. ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിശ്വാസികളെക്കാൾ ഉപരി അവിടെ വരുന്ന കച്ചവടക്കാർക്കൊരു ജീവിത മാർഗം കൂടെയാണ്. നമ്മളിപ്പോൾ അത്തരത്തിൽ അമ്മയുടെ നടയിൽ ജീവിത മാർഗവുമായിട്ട് എത്തിയിട്ടുള്ള രണ്ടമ്മമാരെ കൂടെ കാണുന്നുണ്ട്. അമ്മ ആറ്റുകാൽ അമ്മയുടെ ഒരു അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ ഇവിടെ ഒരു കച്ചവടത്തിന് വരുന്നത്. എങ്ങനെയുണ്ട്? ഒരു നമ്മളെ പട്ടിണിക്ക് വരെ നമ്മളെ ഇവിടെ വന്നാണ്, ആറ്റുകാൽ അമ്മയുടെ നടയിൽ വന്നാണ് വർഷങ്ങളോളം കൊണ്ട് ഞങ്ങൾ കച്ചവടം ചെയ്ത് ജീവിക്കുന്നത്. നമ്മുടെ അമ്മയെന്ന് പറയുന്നത് നമ്മുടെ അമ്മയുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു വിശ്വാസമുള്ള അമ്മയില്ല നമുക്ക്. നമ്മുടെ മനസ്സിനകത്തും നമ്മൾ പോണ വഴിക്കായിരുന്നാലും നമ്മളെ കിടപ്പിലായിരുന്നാലും നമ്മളെ അമ്മയാണ് ആറ്റുകാൽ അമ്മ. മക്കളില്ലാത്തവർക്ക് മക്കള്, കല്യാണം കഴിയാത്തവർക്ക് കല്യാണം, ഇതെല്ലാം അസുഖമുള്ളവര് അസുഖം മാറ്റി തരണതെല്ലാം ഞങ്ങൾ ആറ്റുകാൽ അമ്മയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അമ്മേരെ മുമ്പ് ഞങ്ങൾക്ക് എത്രമാത്രം കുമ്പിട്ട് സങ്കടപ്പെട്ടാലും മനസ്സിലാവൂല. ഞങ്ങളുടെ അമ്മ കൂടുതൽ നേരം ഞങ്ങളുടെ അമ്മേരെ നടയിൽ വിഷം തരുന്നാലും ഞങ്ങളുടെ അമ്മേരെ നടയിൽ വന്നിരുന്ന് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് ഒരു നേരത്തെ അന്നുവെങ്കിലും തരണം അമ്മയെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ കച്ചവടം ചെയ്യണത്. ഇങ്ങനെ ഇത്രയും വലിയൊരു വിശ്വാസം വരാൻ കാരണം എന്തെങ്കിലും അത്രയും അടുത്തിട്ട് എന്തെങ്കിലും സംഭവിച്ചിരുന്നത് ഈ ഓരോ ആൾക്കാര് അസുഖമുള്ളവര് ഇവിടെ വരുമ്പോൾ, ഈ ക്യാൻസർ രോഗിയായിരുന്നാല്, വൃക്കയില്ലാത്തവരായിരുന്നാലും ഇവിടെ വരുമ്പോഴ് ഓരോരുത്തർക്ക്, നടക്കാത്ത ആൾക്കാരായിരുന്നാലും ഓരോരുത്തർ അസുഖങ്ങൾ മാറ്റി കൊടുക്കണം. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിശ്വാസം. പിന്നെ നടക്കാൻ വയ്യാത്തൊരു ഇഴയണത് അതുവരെ ഇവിടെ കൊണ്ടുവന്ന് അമ്മേരെ നട പൊങ്കാലയിട്ട് സമർപ്പിച്ച് അവര് നടന്നു പോണം. മക്കളില്ലാത്ത അനേകം വർഷങ്ങളോളം കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇവിടെ വന്ന് അമ്മേരെ നടയിൽ പൊങ്കാലയിട്ട് സമർപ്പിച്ച് തൊട്ടിൽ കെട്ടിയ അതിന് മക്കളുണ്ടാവണം. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് കോടാനുകോടി ജനം ഞങ്ങളുടെ അമ്മേരെ മുമ്പ് വന്ന് സങ്കടപ്പെടുന്നത്. ആ ഒരു വിശ്വാസം അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക്. എല്ലാ തവണയും പൊങ്കാലയ്ക്ക് വരാറുണ്ട്. എല്ലാ തവണയും ഞാൻ പൊങ്കാലയ്ക്കല്ല കച്ചവടത്തിനായിട്ട് എല്ലാ തവണയും വരും. ആ രീതിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഒരു മാറ്റം ഉണ്ടല്ലോ, അതായത് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഭരണമല്ലല്ലോ, ഭരണം മാറി. അപ്പൊ അതെങ്ങനെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങള് പണ്ട് ഇവിടെ വരുമ്പോഴ് ഇവിടെ ഞങ്ങൾക്ക് കയറി നിൽക്കാൻ ഒരു ഇടയിൽ ഇപ്പൊ കാർ പാർക്കിംഗ് ഉണ്ട് ഉള്ളിലോട്ട്. പിന്നെ അതുപോലെ തന്നെ പുറത്ത് വണ്ടി ഇടാൻ സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാൻ സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ഒരു അന്തി കിടക്കണമെന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. മഴ പെയ്താൽ കയറി നിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെ അമ്മ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു മാറ്റങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പുതിയ മേയറുടെ പ്രവർത്തനങ്ങൾ മികച്ചതായിട്ട് തോന്നുന്നുണ്ടോ? മുൻ മേയറുടെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ല, മികച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ അമ്മേരെ മുമ്പ് വന്നിരുന്നോണ്ട് ഈ കച്ചവടങ്ങൾ ചെയ്യണത്. ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ഓടിക്കുകയാണ് ചെയ്യണം. ഇവിടെ കച്ചവടം ചെയ്യാൻ സമ്മതിക്കൂല, അങ്ങനെ ഓടിക്കുകയാണ്. നമ്മളെ അമ്മേരെ മുമ്പ് നമ്മൾ കച്ചവടത്തിന് വന്നാൽ നമ്മൾ ആരും ഓട്ടിക്കൂല. നമ്മളിവിടെ ഒരു അന്നം വരുന്നാലും നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചു കഴിച്ച് നമ്മൾ നിന്ന് കച്ചവടം ചെയ്യും. ആരും ഓട്ടിക്കാൻ വരുന്നില്ല. ഇത് തന്നെയാണ് വലിയ വിശ്വാസത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പൊ ഓരോരുത്തരും പറയുന്നത്. അമ്മ പേരെങ്ങനെയാണ്? ഹരിസു. എനിക്ക് അതൊക്കെ തന്നെ മക്കളെ. എത്ര തവണ ഇവിടെ എല്ലാ വർഷവും വരാറുണ്ടോ? 2 വർഷമായി. 2 വർഷമായി. എന്താ ഇവിടെ വരുമ്പോ തോന്നുന്നത് അമ്മയ്ക്ക്? ശരിക്കും നല്ലതാണ് തോന്നുന്നത്. നല്ല തോന്നുന്നു. നല്ലത്. വേറെ കൈയോടെ ആരും വീട് എവിടെയാ? എന്റെ വീട് പാറശാലയിൽ നിന്ന് എല്ലാ തവണയും ഇങ്ങോട്ട് വരും. പള്ളിയില് വെട്ടാട് പള്ളി പോകും.
പച്ചരി ഇതൊക്കെ വിൽക്കും. അമ്മ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്, ജാതി ചോദിക്കരുതെന്നാണ്. ഉണ്ടോ കണ്ടോ എന്ന് ചോദിക്കാണ്. ക്രിസ്ത്യൻ ആണോ? ആ? എന്നിട്ടും അമ്മേന്റെ തടയിൽ അത്ര വിശ്വാസമുള്ളതുകൊണ്ട് അമ്മ നടയില്ല. അമ്മ വെറും കൈയോടെ വിടില്ല, ആരെയും വിടില്ല, കൈ നിറയെ തന്നു വിടും. ഇത് കുറച്ച് ഇരട്ടി മധുരമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ ചില സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില സിനിമകൾ ഇറങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ചില മനുഷ്യർ കൂടെ നമുക്ക് മുന്നിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അമ്മ ഒരു ജാതി പറയല്ല എങ്കിൽ പോലും ആറ്റുകാൽ അമ്മയ്ക്ക് മുൻപിൽ ഒരു ക്രിസ്ത്യൻ അവരുടെ ഉപജീവനത്തിന് വരുന്നു, അമ്മ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം വരുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മളെ കേരള സ്റ്റോറി എന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും സന്തോഷം അമ്മ കണ്ടത്. എക്സ്പീരിയൻസ് കാണിക്കണം എന്ന് വെച്ചാൽ 55 കൊല്ലം കൊണ്ട് ഞാൻ അമ്മേരെ നടയിരുന്ന് കച്ചവടം ചെയ്യണം. പക്ഷെ അതിന് ഓരോ വർഷം പോകും തോറും എൻ്റെ അമ്മേരെ നട നല്ല ഒരു പേരും പെരുമയും കേട്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിന് അത്രയ്ക്കും അമ്മേരെ ഒരു ശക്തിയാണ് നമുക്കിതിനെല്ലാത്തിനും ഒരു പുണ്യം എന്നുവെച്ചാൽ പണ്ട് ഇത്രയും ഇത് പുരോഗമനം ഇല്ലെങ്കിലും ഇപ്പം ജനങ്ങൾ അറിഞ്ഞറിഞ്ഞ് വെളിനാട്ടിൽ നിന്നിന്റെ അപ്പുറം തന്നെ അമ്മേരെ നടയിൽ കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അത് സ്ത്രീകളുടെ ശബരിമലയായി. അവിടെയാണെങ്കിൽ പുരുഷന്മാരുടെ ശബരിമല, ഇവിടെ സ്ത്രീകളുടെ ശബരിമല. അപ്പൊ ഇതിന് അത്രയ്ക്കും അമ്മേരെ ഒരു ശക്തിയും പവറും എല്ലാമാണ്. പക്ഷെ ഇപ്പൊ അത് കൂടാതെ ഇപ്പൊ നമുക്ക് ഒരു കർണകി അമ്മയും കൂടെ വരെയാണ്. അപ്പൊ അത് ഇതിനേക്കാളും പുരോഗമനം ഉണ്ടാവും. ശാന്തമായ സമാധാനമായിട്ടുള്ള അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ഐതിഹ്യം എങ്ങനെയാന്ന് അറിയാമോ? പൊങ്കാല എന്ന് വെച്ചാൽ നമ്മൾ 10 ദിവസം വ്രതം പിടിക്കണം. അതിനായിട്ടുള്ള കഴിവും ശക്തിയും കൊടുത്ത് അമ്മയ്ക്ക് അമ്മ ഒരു കാര്യം വിചാരിച്ച് പൊങ്കാല ഇട്ടാൽ അത് കാര്യം ഉറപ്പായിട്ട് നടന്നിരിക്കും. അതിന് 10 ദിവസത്തെ വ്രതം പിടിക്കണം. വ്രതം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വ്രതമല്ല, നല്ല ഒരു ഇതായിട്ട് നിന്ന് വ്രതം പിടിച്ച് പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിച്ച് അതിനത്രയ്ക്കുള്ള ഒരു പവർ തന്നെയാണ്. അമ്മ എന്ന് വിളിച്ചാൽ നമുക്ക് പെറ്റ അമ്മ അമ്മ തന്നെ. ഇത് തന്നെയാണ് ആറ്റുകാൽ അമ്മയാണ് നമ്മുടെ അമ്മ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും എനിക്ക് ഒരുപാട് കാര്യം ഇന്ന് എന്റെ അറിവായ കാലം മുതല് ഞാനൊരു സങ്കടം അമ്മേരെ മനസ്സിൽ പതിഞ്ഞു പറഞ്ഞാൽ അതെനിക്ക് ഉറപ്പായിട്ട് നടന്നിരിക്കും. എന്റെ ഈ അമ്മ സത്യമായിട്ട് അത് നടന്നിരിക്കാൻ ഒരു മാറ്റവും ഇല്ല. എന്നുവെച്ചാൽ അത്ര വിശ്വാസം എനിക്ക് അമ്മേരോടുള്ള. അമ്മേരെ മോളാണ് എനിക്ക് ഉറപ്പ് പറയണം. ഞാൻ അമ്മേരെ മോള് തന്നെയാണ്. കാരണം അമ്മ എനിക്കൊരു ഭാഗ്യം ഇവിടെ തന്നാണ്. ഇവിടെ അമ്മയെ വിട്ട് ഞാൻ പോയി. ഞാൻ പോവേണം അമ്മ, ഇനി ഞാൻ അമ്മേരെ നടയിൽ ഇല്ലാന്നും പറഞ്ഞ് ഞാൻ അമ്മയെ വിട്ടു പോയി. അപ്പോഴാ 3 വർഷം കൊറോണ കൊണ്ടൊന്ന് ലോകം മൂടിച്ച്. അതേ അമ്മ 10:30 മണിക്ക് ഒരു 2 കൊല്ലം കഴിഞ്ഞ് 3-ാമത്തെ കൊല്ലത്തെ 10:30 മണിക്ക് ഇവിടെ കുടിയിരുത്തണം അമ്മയെ. ആ സമയം ഞാൻ നിക്കണത് ആലുവേലി. അവിടെ എന്റെ അമ്മ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. ഇനി ഇതോടെ എല്ലാം അവസാനിച്ച് എന്റെ നടയിൽ നീ ഇരിക്കണം, ഞാനും നിന്റെ കൂടെ ഉണ്ട്, എനിക്ക് ഇതാണെന്ന് പറഞ്ഞ അമ്മ എനിക്ക് അത്രയും ഒരു പേരും പെരുമയും എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അമ്മേരെ ഈ സ്ഥലമാണ് ഇന്ന് കേസ് പറഞ്ഞ് കിടക്കുകയാണ്. ആ സ്ഥലം ഇന്ന് എന്റെ കയ്യിലാണ്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഇരിക്കണത്. ഇതിന്റെ ഇടയ്ക്ക് ഒറ്റരുമില്ല. എന്റെ വീട് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മാഞ്ഞൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞങ്ങൾ താമസിക്കുന്ന ബോംബെയിലാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ ചേട്ടന്റെ വീട്ടിൽ വരുമ്പോ ഇവിടെ അമ്മയെ കാണാനായിട്ട് വരും. അമ്മയെ അത്രയും വിശ്വാസമാണ്? അത്രയ്ക്ക് വിശ്വാസമാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരുമ്പോ ഇവിടെ വന്ന് തൊഴുതിട്ടേ പോകത്തുള്ളൂ. ഞങ്ങൾക്ക് വരുമ്പോ നല്ലതായിട്ട് ദർശനവും കിട്ടുന്നുണ്ട് ഇവിടെ. ഇപ്പൊ പൊങ്കാലയ്ക്ക് 2 ദിവസം മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. എന്തോ പുള്ളിക്കാരിക്ക് അന്നേരം ലീവ് കിട്ടും. ഇപ്പം പുള്ളിക്കാര് ഈ മാസത്തില് 12-13 ലീവ് അതെടുത്ത് തീർത്തില്ലെങ്കിൽ ഞാൻ പല പ്രാവശ്യം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പൊങ്കാല ഇടണമെന്ന്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അടുത്ത വർഷം അമ്മ അനുഗ്രഹിച്ചാൽ എനിക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പൊങ്കാല ഇടാൻ പറ്റില്ല. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. വന്നാലും ആദ്യം വരണത് ആറ്റുകാൽ അമ്മയുടെ അടുത്താണ്. ഇന്നലെ വന്നു, ഇന്നതാ ഇവിടെ വന്നു. ഇപ്പൊ വന്നാലും അവർ ആദ്യം ഇവിടെയാണ് വരുന്നത്. പൊങ്കാല ഇടുന്നുണ്ടോ? ഞാൻ വരും. ഞാൻ കഴിഞ്ഞ പൊങ്കാല ഇടാൻ വന്നു. എല്ലാ തവണ ഇടാറുണ്ടോ? സ്ഥിരം വന്നിട്ടില്ല, വന്നോണ്ട് പിന്നെ വയ്യാതെ കഴിഞ്ഞ പ്രാവശ്യം വന്നു. ഇപ്രാവശ്യവും പറ്റുമെങ്കില് വരാൻ തന്നെ. ഞങ്ങൾക്ക് അവിടെയുണ്ട്. ഇവിടെ പൊങ്കാല നടക്കണമെന്ന് മഹാരാഷ്ട്രയിലെ അമ്പലത്തില് വെച്ച് എല്ലാവരും പൊങ്കാല ഉണ്ട്. അവിടെ അയ്യപ്പന്റെ അമ്പലം, ദേവിയുടെ അമ്പലം, ഗണേശൻ എല്ലാ വർഷവും അവിടെ നമ്മള് ജനുവരി 26 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 18 ഡേറ്റ് നോക്കി വരുന്നു.
അവിടെ എല്ലാ വർഷവും കൂടും. ഈ ആറ്റുകാൽ അമ്മേനെ വിശ്വസിക്കാനുള്ള ഒരു കാരണം എന്താ നിങ്ങളെ സംബന്ധിച്ച്? നമുക്ക് നമ്മളെ അപ്പന്മാരും അമ്മമാര് പറഞ്ഞു തന്നെ അതാ വെച്ചാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ജനിക്കുമ്പോ ഉള്ള അമ്പലമാണല്ലോ. നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അമ്മയെ വിളിച്ചാൽ പുറത്തുണ്ടെന്ന്. പല സമയങ്ങളിൽ നമ്മുടെ എല്ലാ വിഷമഘട്ടങ്ങളിലും അമ്മയെ വിളിച്ചു ഞങ്ങൾ പൊങ്കാല ഇവിടെ ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ അവിടുന്ന് പ്രസാദത്തിന് വേണ്ടി അമ്മയെ ഇവിടെ വിളിക്കും. പക്ഷെ ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും, ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. എങ്ങനെയാ? എന്റെ പേര് രാജമ്മ. രാജമ്മ ഇവിടെ എല്ലാ വർഷവും ഇവിടെ തന്നെ എന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് 4 മക്കളുണ്ട്. അതിനുണ്ട് ഒരു മോള്, നടക്കാത്ത മോള്. അത് കഴിഞ്ഞ് ഗതിയില്ലാതായപ്പോ അമ്മയുടെ നടയിൽ വന്ന് ഇത് വിറ്റ് 11 വർഷം കൊണ്ട് അമ്മയുടെ നടയിൽ ജീവിക്കണം. ആറ്റുകാൽ പൊങ്കാലാക്കി ദിവസങ്ങൾ മാത്രമാണല്ലോ ബാക്കി. ഇവിടുത്തെ ഒരു അങ്ങനെയല്ലേ, നമുക്ക് വിൽക്കാൻ വലുതായിട്ട് വിൽക്കില്ല. എന്തുകൊണ്ടെന്നറിയാം, ഞങ്ങൾ ഇവിടുത്തെ സ്ഥിര കച്ചവടക്കാരാണ്. ഈ വരുന്ന ആൾക്കാർ ആലപ്പുഴ അങ്ങനെ ഇങ്ങനെയൊക്കെ വിൽപ്പനക്കാർ വരും, അവര് വിൽക്കും. ഞങ്ങൾക്ക് അരിക്കുള്ളത് എന്റെ പൊന്നമ്മ തരണുണ്ട്. എനിക്ക് എന്റെ മോനകത്ത് ജോലിയുണ്ട്. അമ്മ പൊങ്കാല ഇടാറുണ്ടോ? പൊങ്കാല എനിക്ക് ഇട്ടൂടാ ഈ വർഷം. എന്റെ സഹോദരൻ മരിച്ചിരുന്ന 41 ആയുള്ളൂ. അതുകൊണ്ട് പൊങ്കാല ഈ വർഷം പൊന്നമ്മയുടെ നടയില്ല. അതിലൊരു സങ്കടം ഉണ്ടോ? അതില് വലിയ സങ്കടമുണ്ട് മക്കളെ. എന്റെ അമ്മച്ചി പിച്ച തരണുണ്ട്, അവർക്ക് അത് വാങ്ങിച്ച് അവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല എന്നുള്ളൊരു വിശേഷം. ഈ അമ്മരെ ചേച്ചി അപ്പുറത്തോട്ടാണ്, അമ്മരെ കൊഞ്ചർല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഇന്ന് പൊങ്കാലയാണ്. അത് ഈ 2 അമ്മമാരെ ഇടയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്.